കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. കേരളം ചെവിക്ക് നുള്ളിക്കോ എന്നുള്ളതാണ് എനിക്ക് രേവന്ത് റെഡ്ഡിയോടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടും പറയാനുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരു മലയാളം. ഒരു മുഖ്യമന്ത്രിയോടും മറ്റൊരു മുഖ്യമന്ത്രി പറയുകയാണ് നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രമാത്രം അക്രമ സ്വഭാവത്തോടെ, ബാലിശ സ്വഭാവത്തോടെ, അധമ സ്വഭാവത്തോടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം നിർണ്ണയിക്കാൻ വന്നിരിക്കുകയാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. ഏറ്റവും നല്ല പദപ്രയോഗം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടത് ഡാഷ് മോനെയാണ്. അത് ചാരുതയുള്ള ചട്ടപ്രകാരത്തെക്കാൾ മികച്ച ഒരു പദപ്രയോഗമാണ് ഡാഷ് മോൻ. ഇനി എക്സ്പയറി കഴിഞ്ഞ കാര്യം പറഞ്ഞാൽ അതെന്തോ കൊല്ലാൻ നോക്കുന്നു എന്നുള്ളതാണ് ഇവർ ന്യായീകരിക്കുന്നത്. എക്സ്പയറി കഴിഞ്ഞ 1650 ബാച്ച് മരുന്ന്, കേരളത്തിലെ കാലാവധി കഴിഞ്ഞ മരുന്ന് കേരളത്തിലെ സാധാരണക്കാരെ കൊണ്ട് കഴിപ്പിച്ച സർക്കാരിന്റെ കാലാവധി തീർന്നു എന്ന് ഞങ്ങൾ പറയും. അതല്ല ഉദ്ദേശം. എം മണി പറയുമ്പോൾ നാട്ടുഭാഷ, വിജയരാഘവൻ പറയുമ്പോൾ അത് വാമൊഴി വഴക്കം, അത് SFIക്കാർ ശൗകര്യ കുടിയിലുണ്ടാക്കി അത് മറ്റേ ഇൻസ്റ്റലേഷൻ ആർട്ട്. ഇവർക്ക് എന്തും ചെയ്യാം. ആരെങ്കിലും ഒരാൾ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യം. എന്ത് ചെയ്യും? ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ തന്നെ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താ, പുന്നാര മോനെ എന്നാണെന്നോ പ്രിയപ്പെട്ട മോനെ എന്നാണെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇതേ സുരേഷ് കുമാർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾപ്പിച്ചത്. അപ്പോൾ അതവിടെ കിടന്നോട്ടെ, CPM പ്രതിനിധികൾ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വിളിച്ചതുപോലെ ഡാഷ് മോന്റെ സർക്കാരാണ് എന്ന് പറയുന്നില്ല. അത് നാട്ടുകാർ വിളിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും വിളിക്കുന്നത് 9-ാം തീയതി, നാളത്തെ കഴിഞ്ഞ് അടുത്ത 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.